And gentlemen, here we are going to the midnight buffet. Hi! Hi! How are you? You're so late. Yeah, thank you. Okay, welcome to the midnight buffet. Now, please, we don't have time. It's already 12 o'clock and we need to make the cooking fast. So as of today, we are trying to make chicken and a mocha sandwich. We have bread for that, butter as needed. പിന്നെ നമ്മൾ ലേറ്റ് ചിപ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ആവശ്യത്തിന് തക്കാളി, ഉപ്പ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വെള്ളരിക്ക, ഉപ്പേരിക്ക, മുട്ട തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. ക്യാരറ്റ് നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള സൈസുകൾ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് എന്തുകൊണ്ടും ശരീരത്തിന് വളരെ ഉപയോഗമുള്ളതും മാനസികമായും ആത്മീകമായും നമ്മൾ സഹായിക്കുന്ന ഒരു സാധനമാണ് ക്യാരറ്റ്. ശരീരം നിറം കൂട്ടാനും മൂർച്ച ഒരു പ്രശ്നമല്ല നമുക്ക്. Here we have Chef Saju. ഒരുപാട് ദിവസം ഇവിടെ നോക്കും. നിങ്ങൾ ഇത് മിക്സ് ആയാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതല്ല. മുട്ട സ്ക്രാമ്പിൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ട്രയലാണ്. ഇതിനകത്ത് നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് ആദ്യം അതിനെ മയം ചേർക്കാനായിട്ട് അല്പം ബട്ടർ ചേർത്തതിന് ശേഷം മുട്ടയും അല്പം ഉപ്പും ചേർക്കേണ്ടതാണ്. ശരി, Okay, now we come back to Mr. Chef Saju. He is trying to cut onions. Completely been. Don't cry, my friend. Don't cry. I know. happens. So may I know what you're doing right now? Actually, we're cutting onion into barik. What? Barik. It's called in Hindi, small pieces. Oh, बहुत अच्छा. ഉള്ളിയുടെ സത്തിറക്കാൻ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് വെക്കുന്നത് നല്ലതാണ്. എരിവില്ലാതെ ഭക്ഷണത്തിന് എന്ത് രുചി. അതിനായിട്ട് നമ്മൾ അല്പം കടും എരിവുള്ള പച്ചമുളകുകൾ ചേർക്കുന്നതാണ്. വെറുതെ അത് കൂടെ ഞെരടിയാൽ മാത്രം മതി. നല്ല എരിവും ഒരു ഭക്ഷണത്തിന് സാധ്യത. സജു ഇങ്ങനെ പിടി, അല്ലെങ്കിൽ നീര് മൊത്തം പോകുന്നു. അടിയെത്തുമ്പോ തക്കാളി പോകുന്നില്ല. തട്ടി വെച്ചോളൂ. Light on there, you know. Now we have the salt, which is stolen from Karni MS. Our Karni MS. Now we see here bread arranged in a matrix fashion. നമ്മളിപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. പരിമിതമായ സാഹചര്യങ്ങളിൽ എങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ ഇതിലൂടെ നിങ്ങളെ കാണിക്കുന്നു.
ഇത് സാധാ അയൺ ബോക്സ് ആണ്, ഉഷയുടെ സാധനമാണ്, ഗ്യാരണ്ടി ഉണ്ട് 1 വർഷം. ടോസ്റ്റ് ആകുമ്പോൾ അതിന്റെ പ്രത്യേകമായ ഒരു മണം വരും. അന്നേരം മാത്രം തേപ്പൊട്ടി എടുത്ത് നോക്കിയാൽ മതി. അന്നേരം നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ടോസ്റ്റ് ആയ ഒരു ബ്രെഡ് കിട്ടും. അതിനെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അടുത്ത ബ്രെഡ് എടുക്കുക. ഇത് നമ്മൾ ഇപ്പോൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ്. അത് വെച്ച് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഉള്ള തക്കാളി നേരത്തെ വെച്ചതിന് ശേഷം തുടർന്ന് ഗുണകരമായ ക്യാരറ്റ്, കുറച്ച് സവോള, അതിനുശേഷം നമ്മൾ പ്രത്യേകമായ രീതിയിൽ പൊരിച്ചെടുക്കുക. അതുപോലെ സ്ക്രാമ്പിൾഡ് എഗ്, മുട്ട, അതെ മുട്ട തന്നെ നമ്മൾ അതിന്റെ മുകളിൽ താഴെ പോകുന്നതൊന്നും കണ്ടു നിങ്ങൾ വിഷമിക്കേണ്ട, നല്ല പത്രമാണ്. ആദ്യത്തെ സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. അതിനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. അലങ്കാരങ്ങൾ പിന്നീട്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ സാൻഡ്വിച്ച് വിത്ത് എഗ് ആൻഡ് അതർ വെജിറ്റബിൾസ്. പ്ലീസ് എൻജോയ്. താങ്ക് യു.